എൻട്രൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ +1 +2 ബോർഡ് എക്സാം എന്ന് പഠിക്കുന്നതിനേക്കാളൊന്ന് വ്യത്യസ്തമായി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ +2ന്റെ കൂടെ തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും നീറ്റ്. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 നീറ്റിനെ കുറിച്ച് ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ +1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നീറ്റ് എക്സാം എന്താണ്, എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്, നമുക്ക് പലർക്കും ആ സമയത്ത് ഐഡിയ ഉണ്ടായിരുന്നില്ല. പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ +2 കഴിഞ്ഞിട്ടായിരിക്കും പലരും ഇതൊരു 180 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം ആണെന്ന് പോലെ അറിയുന്നത്. അപ്പോൾ അത് ഉണ്ടാവാതെ നമ്മളൊരു +1 മുതലേ ഈ എക്സാം എന്താണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയാം, എക്സാമിന് ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അപ്പം കൂടുതൽ നമ്മൾ ഈ തിയറി പഠിച്ചിരിക്കുന്ന സമയം കുറച്ചുകൂടി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ നീറ്റ് ഇപ്പം പല ആളുകളും നീറ്റ് കോച്ചിങ് ഒരു വേറെ തന്നെ രീതിയിൽ കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് നമ്മൾ നോളജ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സ്കില്ല് കുറവുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു നീറ്റ് പ്രിപ്പറേഷന് എസ്പെഷ്യലി ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാ തിയറിയും നമ്മൾ +1 +2 എല്ലാവരും പഠിക്കുന്നതാണ്, അത് പഠിച്ച് റെഡി ആയത് തന്നെയാണ്. പക്ഷേ ഈ ഒരു 1 ഇയർ കൊണ്ട് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു സംഭവം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം +1 മുതലേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കേക്ക് വാക്ക് പോലെ തന്നെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം. ഇപ്പോൾ +1 +2 പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ടെക്സ്റ്റ് ബുക്സ് ലേൺ ചെയ്യുന്നത് ഒരു നല്ല ശീലമായിരിക്കും. കാരണം പലരും നമ്മളൊക്കെ എന്താ പറയുക +2 കഴിഞ്ഞ ശേഷം സത്യം പറയാൻ NCERT തുറന്നു നോക്കുന്നത്. ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കാരണം സ്കൂളിൽ അത്ര ഫോക്കസ് ഇല്ലല്ലോ, നമുക്ക് എന്താണ് ടീച്ചേഴ്സ് പറഞ്ഞത് അത് നമ്മൾ പഠിക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നേ ഇല്ല. ലൈക് പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ ആ ഒരു ശീലം അന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നീറ്റിന് അതൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും.